നമസ്കാരം. അമേരിക്കയുടെ മുഖം മൂടി വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ. അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെയെല്ലാം ലോകത്തോട് വിളിച്ചു പറയാൻ ഇന്ന് ഇറാന് സാധിക്കുന്നു. സമാധാനത്തിന്റെ കുപ്പായം അണിഞ്ഞ് ജീവിക്കുന്ന അമേരിക്ക എന്ന ചെന്നായുടെ യഥാർത്ഥ മുഖത്തെ കുറിച്ചാണ് ഇറാൻ ഇപ്പോൾ നിരന്തരം സംസാരിക്കുന്നത്. അതെ, അമേരിക്കയുടെ ആണവ അഹങ്കാരത്തിനും ഇരട്ടത്താപ്പിനുമെതിരെ ഇറാൻ ലോകവേദിയിൽ തൊടുത്ത അതിശക്തമായ ഒരു നയതന്ത്ര പ്രഹരത്തിനാണ് വിയന്നയിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചത്. ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവൻ എടുത്ത ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ആണവ ഭീകരതയുടെ കറുത്ത ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ പുതിയ ആയുധ വർധനവിനെതിരെ ഇറാൻ ആഞ്ഞടിച്ചു. സ്വയം ലോക സമാധാനത്തിന്റെ കാവൽക്കാരായി ചിത്രീകരിക്കുകയും മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഉപരോധങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന അമേരിക്ക സ്വന്തം ആണവ ശേഖരം വിപുലീകരിച്ച് ആഗോള സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നത് ഇനി കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ ഇതിലൂടെ ലോകത്തിന് നൽകുന്നത്. അമേരിക്കയുടെ ആണവ നയങ്ങളുടെ പൊള്ളത്തരങ്ങളെയും ഇരട്ടത്താപ്പുകളെയും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന വിപ്ലവാത്മകമായ ഒരു അധ്യായത്തിനാണ് ആഗോള രാഷ്ട്രീയം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. ഹിരോഷിമ അണുബോംബ് ആക്രമണത്തിന്റെ 81ാം വാർഷിക വേളയിൽ ഇറാൻ ഉയർത്തിയ ശക്തമായ സ്വരം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവന മാത്രമല്ല, അത് സാമ്രാജ്യത്വ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാത്ത ഒരു ജനതയുടെ ആത്മാഭിമാനത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. അണുബോംബ് ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് നിരപരാധികളെ നിമിഷ നേരം കൊണ്ട് ചുട്ടുചാമ്പലാക്കിയ ചരിത്രമുള്ള ലോകത്തിലെ ഒരേ ഒരു രാജ്യം അമേരിക്കയാണെന്നത് നമുക്കറിയാം. ആ ഭീകരതയുടെ ഓർമ്മ പുതുക്കുന്ന വാർഷിക ദിനത്തിൽ തന്നെ സ്വയം ലോക പോലീസായി ചമയുന്ന അമേരിക്കയുടെ ക്രൂരമായ നയങ്ങൾ ഇറാൻ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയായിരുന്നു. അന്താരാഷ്ട്ര കരാറുകളും നിയമങ്ങളും കാറ്റിൽ പറത്തി അമേരിക്ക സ്വന്തം ആണവ ശേഖരം വിപുലീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. മറ്റുള്ള രാജ്യങ്ങൾക്ക് മേൽ ആണവ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവർ തന്നെ ഭീമമായ തോതിൽ ആയുധങ്ങൾ പെരുപ്പിക്കുന്നു. ഈ വലിയ വൈവിധ്യത്തെയാണ് ഇറാൻ വളരെ ധീരമായിട്ട് ഇപ്പോൾ ചോദ്യം ചെയ്തിരിക്കുന്നത്. പല രാജ്യങ്ങൾക്കും ഇതിന് ധൈര്യമില്ലാത്ത ഈ കാലഘട്ടത്തിലാണ് ഇറാന്റെ നിലപാട്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആണവ ആക്രമണത്തിനാണ് ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയും ഇരയായത്. പ്രഭാതത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് കണ്ണു തുറന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളും വയോധികരും സാധാരണക്കാരും നിമിഷങ്ങൾക്കുള്ളിൽ ആ ചാരക്കുന്നുകൾക്കിടയിൽ ഇല്ലാതായി. ഒരു തലമുറയെ മുഴുവനും വൈകല്യങ്ങളിലേക്കും മാറാ രോഗങ്ങളിലേക്കും തള്ളിയിട്ട ആ ദുരന്തം നടന്നിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ആ ഭീകരത വിതച്ച അമേരിക്ക ഇന്നും ലോക സമാധാനത്തെ കുറിച്ച് സംസാരിക്കുന്നത് കടുത്ത പരിഹാസ്യം തന്നെയാണ്. അവർക്കതിന് എന്ത് യോഗ്യതയാണ് എന്ന് കൃത്യമായിട്ട് ചോദിക്കുകയാണ് ഇറാൻ ഇവിടെ. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക വിതച്ച നാശനഷ്ടങ്ങൾ ആഗോളതലത്തിൽ പൂർണ്ണമായ ആണവ നിരായുധീകരണത്തിന്റെ ആവശ്യകത വ്യക്തമാക്കുന്നതായിരുന്നു. എന്നാൽ തങ്ങളുടെ പരമാധികാരവും സമാധാനവും സംരക്ഷിക്കാൻ ഇറാന് മുന്നിൽ മറ്റു വഴികളില്ല. ആണവ വ്യാപന നിരോധന കരാർ അഥവാ NPT പ്രകാരമുള്ള തങ്ങളുടെ സമാധാനപരമായ ആണവ വികസന അവകാശങ്ങൾ തുടർന്നും പൂർണ്ണമായും വിനിയോഗിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ ഊർജ ആവശ്യങ്ങൾക്കും വൈദ്യശാസ്ത്ര പുരോഗതിക്കും ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും വേണ്ടിയുള്ള ഇറാന്റെ നീക്കങ്ങളെ തടയാൻ ഒരു വിദേശ ശക്തിക്കും അവകാശവുമില്ല. വർഷങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാന് മേൽ നിയമവിരുദ്ധമായ നിരവധി ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ജനതയെ പട്ടിണിക്കിട്ടും മരുന്ന് ലഭ്യത പോലും തടഞ്ഞും കീഴടക്കാൻ ശ്രമിച്ച സാമ്രാജ്യത്വ ശക്തികൾക്ക് മുന്നിൽ ഇറാൻ സ്വന്തം കാലിൽ നിന്ന കാഴ്ച നമ്മൾ കണ്ടു. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റിയ ഇറാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ വൻ മുന്നേറ്റമാണ് ഈ കാലഘട്ടത്തിൽ നടത്തിയത്. ഇന്ന് ലോകത്തിലെ ഏതൊരു വികസിത രാജ്യത്തോടും കിടപിടിക്കുന്ന ആണവ സാങ്കേതിക വിദ്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാൻ ഇറാന്റെ ശാസ്ത്രജ്ഞർക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മാറിക്കൊണ്ടിരിക്കുന്ന പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങളുടെ പേരിൽ ജപ്പാൻ തങ്ങളുടെ ആണവിതര നയങ്ങൾ പുനഃപരിശോധിക്കാൻ ആലോചിക്കുന്നു എന്ന വാർത്തയും വന്നു. എന്നാൽ ഇത്തരം ആണവായുധ പ്രതിരോധ യുക്തികൾ ലോകത്തെ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് മാത്രമേ നയിക്കൂ എന്ന് ഹിരോഷിമയിൽ നിന്നുള്ള ശബ്ദങ്ങളും ഐക്യരാഷ്ട്രസഭയും മുന്നറിയിപ്പ് നൽകുന്നു. ആയുധങ്ങൾ പെരുപ്പിച്ചു കൂട്ടുന്നത് ഒരിക്കലും സമാധാനം കൊണ്ടുവരാൻ പോകുന്നില്ല. സമാധാനം പുലരണമെങ്കിൽ ആദ്യം അനാവശ്യമായ അമേരിക്കൻ സൈനിക ഇടപെടലുകളും അധിനിവേശ തന്ത്രങ്ങളും തന്നെയാണ് അവസാനിക്കേണ്ടത്. അമേരിക്കൻ ഭീഷണികളെയും അനാവശ്യ ഇടപെടലുകളെയും പ്രതിരോധിക്കാൻ ഇറാൻ എടുത്ത ഏറ്റവും ശക്തമായ വളരെ തന്ത്രപരമായ തീരുമാനമാണ് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ലോക ഭൂപടത്തിൽ ഏറ്റവും തന്ത്രപ്രധാനമായ ഈ കപ്പൽ പാതയിലൂടെയുള്ള നിയന്ത്രണം ഇറാൻ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ അനുമതിയില്ലാതെ ആർക്കും അതിലൂടെ കടന്നു പോകാൻ കഴിയില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കൻ സൈന്യം ഈ മേഖലയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുകയും തങ്ങൾക്കെതിരെയുള്ള സൈനിക ഭീഷണികൾ
അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് വരെ ഈ വഴിയിലൂടെയുള്ള ഗതാഗതം സമാധാനപരമായിരിക്കില്ല എന്ന ഇറാന്റെ നിലപാട് പാശ്ചാത്യ ലോകത്തെ നടുക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം വളരെ വലുതാണ്. ലോകത്തിലെ സമുദ്രമാർഗമുള്ള മൊത്തം എണ്ണക്കടത്തിന്റെ 20% നടക്കുന്നത് ഈ ഒറ്റ ഇടുങ്ങിയ പാതയിലൂടെയാണ് എന്ന കാര്യം ഓർക്കണം. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഒഴുകുന്നത് ഇറാൻ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ കടലിടുക്കിലൂടെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും വെല്ലുവിളിച്ചാൽ ആഗോള എണ്ണ വിപണിയും പാശ്ചാത്യ സാമ്പത്തിക ഭദ്രതയും കടുത്ത പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് കൂപ്പുകുത്തുക. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകാൻ തങ്ങൾ സജ്ജമാണെന്ന് തെളിയിക്കുകയാണ് ഇറാൻ ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങൾക്ക് മറുപടിയായി ഇറാന്റെ പക്കലുള്ള ഏറ്റവും ശക്തമായ നയതന്ത്ര ആയുധം തന്നെയാണ് ഹോർമുസ് കടലിടുക്ക്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയെ തന്നെ ബാധിക്കുന്ന ഈ നീക്കം അമേരിക്കൻ സഖ്യകക്ഷികളെ വലിയ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. തങ്ങളെ ഉപരോധിച്ച് തകർക്കാൻ നോക്കുന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചു നൽകാൻ ഇറാന് സാധിക്കുമെന്ന് ഈ നിലപാടിലൂടെ വ്യക്തമാക്കുന്നു. അമേരിക്കയുമായി ഇനിയൊരു നേരിട്ടുള്ള ചർച്ചയ്ക്കുമില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞകാല അനുഭവങ്ങൾ നൽകിയ വലിയ പാഠമാണിത്. മുൻപ് ഒപ്പുവെച്ച അന്താരാഷ്ട്ര കരാറുകളിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയ ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത്. ചർച്ചകളുടെ മേശപ്പുറത്ത് വാഗ്ദാനങ്ങൾ നൽകുകയും മറുവശത്ത് ക്രൂരമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പിൽ ഇനി വഞ്ചിക്കപ്പെടാൻ ഇറാൻ തയ്യാറല്ലെന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരസ്പര ബഹുമാനമില്ലാത്ത ഒരു ചർച്ചയ്ക്കും പ്രസക്തിയില്ലെന്ന് ഇറാൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രഹസ്യ ആണവ നിലയങ്ങളെ കുറിച്ച് അമേരിക്കയും അവരുടെ ചാര സംഘടനകളും നടത്തുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും വ്യാജവുമാണെന്ന് ഇറാൻ പറഞ്ഞു. ഇറാന്റെ വികസനത്തെ തടയാൻ പാശ്ചാത്യ മാധ്യമങ്ങൾ നിർമ്മിച്ചെടുക്കുന്ന വെറും ഒരു പ്രചരണം മാത്രമാണിത്. തങ്ങളുടെ പക്കലുള്ള ആണവ നിലയങ്ങളും പ്രതിരോധ സജ്ജീകരണങ്ങളും പൂർണ്ണമായും അന്താരാഷ്ട്ര പരിശോധനകൾക്ക് വിധേയമാണെന്നും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും ഇറാൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങളെ മറികടക്കാൻ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ഇറാൻ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒമാനുമായി വാണിജ്യ ഗതാഗത ചർച്ചകൾ ഇറാൻ സജീവമായി തുടരുകയും ചെയ്യുന്നു. വൻ ശക്തികളുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ പ്രാദേശികമായ സൗഹൃദങ്ങളും സാമ്പത്തിക സഹകരണങ്ങളും ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇറാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. ഗൾഫ് മേഖലയിലെ സമാധാനവും സ്ഥിരതയും നിലനിർത്താൻ പ്രാദേശിക രാജ്യങ്ങൾ തമ്മിലുള്ള കൂട്ടായ്മയ്ക്കാണ് പ്രാധാന്യമെന്നും ഇറാൻ വിശ്വസിക്കുന്നു. വിദേശ ശക്തികളുടെ സഹായമില്ലാതെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സൈനിക ശേഷിയും പ്രതിരോധ സജ്ജീകരണങ്ങളും ഇന്ന് ഇറാന് സ്വന്തമായിട്ടുണ്ട്. അത്യാധുനിക മിസൈലുകൾ, ഡ്രോണുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ സ്വന്തമായി നിർമ്മിച്ച് ഇറാൻ സ്വന്തം പ്രതിരോധ വലയം ശക്തമാക്കിയിരിക്കുന്നു. സ്വന്തം മണ്ണിൽ വികസിപ്പിച്ചെടുത്ത ഈ കരുത്ത് മുൻനിർത്തി തന്നെയാണ് ഇറാൻ അമേരിക്കൻ ഭീഷണികൾക്ക് മുന്നിൽ നെഞ്ചുവിരിച്ച് നിൽക്കുന്നത്. അമേരിക്കൻ സമ്മർദ്ദങ്ങളെയും ഉപരോധങ്ങളെയും തങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ മറികടക്കാൻ ഇറാന് സാധിക്കുന്നു എന്നത് സാമ്രാജ്യത്വ ശക്തികൾക്ക് കനത്ത തിരിച്ചടിയാണ്. ലോകത്തിലെ പ്രബല ശക്തി എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയ്ക്ക് ഇറാനെ കീഴടക്കാൻ സാധിക്കുന്നില്ല എന്നത് പാശ്ചാത്യ മേധാവിത്വത്തിന്റെ തകർച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആണവ നിലപാടുകളിൽ അയവ് വരുത്താതെയും ഹോർമുസ് കടലിടുക്കിലെ സ്വാധീനം ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടും ഇറാൻ നടത്തുന്ന ഈ പ്രതിരോധം ലോകത്തിലെ മറ്റിതര രാജ്യങ്ങൾക്കും ഒരു വലിയ മാതൃകയാണ്. അമേരിക്ക എന്ന രാജ്യത്തെ കൂട്ടുപിടിക്കാതെ ജീവിക്കാൻ സാധിക്കുമെന്ന് ഇറാൻ ലോക രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക കൂടിയാണ് ഇവിടെ ചെയ്യുന്നത്. പാശ്ചാത്യ ശക്തികളുടെ നയതന്ത്ര ചതിക്കുഴികളെ കൃത്യമായി പ്രതിരോധിക്കാൻ ഇറാൻ ഉപയോഗിക്കുന്നത് ഭൗമരാഷ്ട്രീയത്തിലെ തന്ത്രപരമായ മികവ് തന്നെയാണ്. ലോക സാമ്പത്തിക രംഗത്തെ ശാക്തീകരണ പാതയിലേക്ക് നയിക്കുന്നതിൽ ഇറാന്റെ വിഭവ സമ്പത്തും ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും വലിയ പങ്കും വഹിക്കുന്നുണ്ട്. തങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചവർക്ക് മുന്നിൽ സ്വന്തം നിശ്ചയദാർഢ്യം കൊണ്ട് പുതിയ പാതകൾ വെട്ടിത്തുറക്കാൻ ഇറാന് സാധിച്ചു എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ തങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ മാത്രം വ്യാഖ്യാനിക്കുന്ന അമേരിക്കൻ രീതിക്കെതിരെയുള്ള പോരാട്ടമാണിത്. സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ മേൽ തങ്ങളുടെ അധികാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയെയും പ്രതിരോധിക്കാൻ സ്വയം പ്രാപ്തരാകണമെന്ന വലിയ സന്ദേശമാണ് ഇറാൻ ഇപ്പോൾ ലോകത്തിന് നൽകുന്നത്. ബാഹ്യശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പണയം വെക്കാനുള്ളതല്ല ഒരു രാജ്യത്തിന്റെയും പരമാധികാരവും ആത്മാഭിമാനവും എന്ന ഇറാൻ തങ്ങളുടെ ധീരമായ നിലപാടുകളിലൂടെ ലോകത്തെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും ഇറാൻ ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അമേരിക്കയ്ക്ക് കീഴടങ്ങാൻ ഇറാൻ ഒരിക്കലും തയ്യാറല്ല. ചരിത്രം മറക്കുന്ന ലോകത്തിന് മുന്നിൽ അമേരിക്ക ആരായിരുന്നു എന്നും അമേരിക്കയുടെ യഥാർത്ഥ മുഖം എന്തായിരുന്നെന്നും ഇപ്പോഴും വരച്ചു കാണിക്കുക തന്നെയാണ് ഇറാൻ ചെയ്യുന്നത്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് മറ്റു രാജ്യങ്ങളാണ് എന്ന് മാത്രം. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.